Hi students, welcome to part 6 of suspension. So in this video we are going to study about excipients used in pharmaceutical suspensions. The excipients used in the formulation of suspension are solvents or vehicles, buffering agents, preservatives, antioxidants, wetting agents or surfactants, anti-foaming agents, flocculation modifiers, suspending agents or viscosity modifiers, flavoring agents, sweeteners, colorants, humectants, and finally chelating agents. So first one is solvents or vehicles. So ഈ രണ്ട് വാക്കുകളും നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? സോൾവെന്റ് എന്താണെന്നും വെഹിക്കിൾ എന്താണെന്നും നമുക്കറിയാം. Solvents are major components used as a base in which drugs and other excipients are dissolved or dispersed. The most commonly used vehicle for the formulation of pharmaceutical suspension is purified water. So solvents അല്ലെങ്കിൽ vehicles എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റ് ആണ്. അതിനകത്താണ് നമ്മൾ ഡ്രഗ്സും മറ്റുള്ള എക്സിപ്പിയൻസും ഡിസോൾവ് ചെയ്യുന്നതും ഡിസ്പേഴ്സ് ചെയ്യുന്നതും. പ്യൂരിഫൈഡ് വാട്ടർ ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന സോൾവെന്റ് എന്ന് പറയുന്നത്. പ്യൂരിഫൈഡ് വാട്ടർ അല്ലാതെ നമ്മൾ വേറെ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ, പോളി എഥിലീൻ ഗ്ലൈക്കോൾ, ഓക്കെ, ഇതൊക്കെ നമ്മൾ വെഹിക്കിളായിട്ട് യൂസ് ചെയ്യുന്ന സോൾവെന്റ്സ് ആണ്, ഓക്കെ, അല്ലെങ്കിൽ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ്. സോ നമ്മൾ ഒരു വെഹിക്കിൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തിൻ്റെ ബേസിസിലായിരിക്കും അത് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഫോർമുലേഷൻ ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്, ഏത് ബോഡിയിൽ ഏത് സൈറ്റിലേക്കാണ് അത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്, ഡ്രഗിൻ്റെ നേച്ചർ എന്താണ്, ഇതെല്ലാം നോക്കിയായിരിക്കും നമ്മൾ വെഹിക്കിൾ അല്ലെങ്കിൽ സോൾവെന്റ് തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അതാണ് അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ദ ചോയ്സ് ഓഫ് സോൾവെന്റ് യൂസ്ഡ് ഡിപെൻഡ്സ് ഓൺ ദ നേച്ചർ ആൻഡ് ഫിസിക്കോ-കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ് അഥവാ API ആൻഡ് ദ ഇൻറ്റൻറ്റ് യൂസ് ഓഫ് ദ ഫോർമുലേഷൻ. നമ്മൾ സോൾവെന്റ് ചോയ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത് depends on the nature and physico-chemical properties of API. നമ്മുടെ ഡ്രഗിൻ്റെ, നമ്മുടെ തെറാപ്യൂട്ടിക് ആക്ഷൻ തരുന്ന ഡ്രഗിൻ്റെ ക്യാരക്ടർ അനുസരിച്ചായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്ത് യൂസിനാണോ അത് ആ സസ്പെൻഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസിസിലായിരിക്കും നമ്മൾ സോൾവെന്റിനെ അല്ലെങ്കിൽ വെഹിക്കിളിനെ തിരഞ്ഞെടുക്കുന്നത്. Second one is buffering agents. എന്താണ് buffering agents? Buffering agents or pH modifiers are agents that are added to suspensions to control potential changes in the pH of formulation. Citrates and phosphates are commonly used buffers in pharmaceutical suspension. So buffers അല്ലെങ്കിൽ pH modifiers എന്ന് പറയുന്നത് pH, അതായത് നമ്മുടെ ഫോർമുലേഷൻ്റെ pHൻ്റെ സ്റ്റെബിലിറ്റി, ഓക്കെ, pH സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബഫറിംഗ് ഏജന്റ് അല്ലെങ്കിൽ pH മോഡിഫയേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ pHൽ ആ ഫോർമുലേഷൻ നിർത്താൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ബോഡിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡോസേജ് ഫോമിന് pH വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. നമ്മുടെ ബോഡിയുടെ pHന് സിമിലർ ആയിരിക്കണം ഡോസേജ് ഫോമിൻ്റെയും pH, അല്ലെങ്കിൽ അതിനെ ആക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം, ഓക്കെ, നമ്മൾ pH അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സോ pH അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി രണ്ട് example ഇവിടെ പറയുന്നുണ്ട്. Citrates and phosphates are commonly used buffers in pharmaceutical suspensions. Citrate buffers are used to stabilize suspension in the pH range of 3 to 5. Phosphate buffers ആണെങ്കിൽ pH range 7 to 8 ഉള്ള സസ്പെൻഷൻ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് പ്രിസർവേറ്റീവ്സ് എന്താണെന്ന് നമുക്കറിയാം. എന്താണ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ, നമ്മൾ ഉണ്ടാക്കിയ ഫോർമുലേഷൻ കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. Preservatives are often added in aqueous suspension to protect them from microbial contamination. പ്രിസർവേറ്റീവ് ആയിട്ട് ഫാർമസ്യൂട്ടിക്കൽ സസ്പെൻഷനിൽ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത് പാരബൻസ്, അതായത് മീഥൈൽ പാരബൻ, പ്രൊപ്പൈൽ പാരബൻ,
അതുപോലെ തന്നെ ആൽക്കഹോൾ, ഗ്ലിസറിൻ, പ്രൊപ്പലീൻ ഗ്ലൈക്കോൾ, സോർബേറ്റ്, ഇതൊക്കെയാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ആന്റി ഓക്സിഡൻസ്. ആന്റി ഓക്സിഡന്റ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പേരിലൂടെ നമുക്ക് മനസ്സിലാവും ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു ഏജന്റ് ആണെന്നല്ലേ. അതെ, ഓക്സിഡേഷൻ റിയാക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഏജന്റ് ആണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. സോ ആന്റി ഓക്സിഡൻസ് ആർ റിക്വയർഡ് ഇൻ സർട്ടൻ ഫാർമസ്യൂട്ടിക്കൽ സസ്പെൻഷൻസ് to enhance the chemical stability of the therapeutic agent, where this may be compromised by oxidation. Examples include thiourea, butyl hydroxytoluene, tocopherols, ascorbic acid, sodium bisulfate, etc. Next is wetting agents അല്ലെങ്കിൽ surfactants. Wetting agents are used to improve the flow of the liquid vehicle across the particle surface. നമ്മൾ കഴിഞ്ഞ ടോപ്പിക്സിലൂടെയൊക്കെ കണ്ടു, വെറ്റിംഗ് എന്ന വാക്കുമായിട്ട് നമ്മൾ ഒത്തിരി അറിയാം അല്ലേ, എന്താണ് വെറ്റിംഗ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പാർട്ടിക്കിൾ സർഫസിന് ചുറ്റും സോൾവെന്റ് പ്രോപ്പറായി വരാനും പാർട്ടിക്കിൾസും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂട്ടുവാനായിട്ടും നമുക്ക് വെറ്റിംഗ് ഏജൻസി യൂസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സർഫക്റ്റൻസ് എന്നും പറയും. സോ ഇങ്ങനെ വെറ്റിംഗ് ആക്ഷൻ കൂടുന്നുണ്ട് അല്ലെങ്കിൽ സോൾവെന്റുമായിട്ടുള്ള ഇന്ററാക്ഷൻ കൂടുന്നത് കൊണ്ടുള്ള യൂസ് എന്താണ്? ഇറ്റ് ഇംപ്രൂവ്സ് ദ ഹോമോജിനിറ്റി ഓഫ് ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി ഡ്രഗ് പാർട്ടിക്കിൾസ് ത്രൂ ഔട്ട് ദ ഫോർമുലേഷൻ. സോ വെറ്റിംഗ് കൂടുമ്പോഴത്തേക്ക് ഡ്രഗ്സ് ഡിസ്പേഴ്സ്ഡ് ആകുന്ന, നമ്മുടെ സസ്പെൻഷനകത്ത് ഡ്രഗ്സ് ഡിസ്പേഴ്സ്ഡ് ആകുന്ന ആ രീതി കൂടുതൽ ഇംപ്രൂവ് ആകും. സോ ഇറ്റ് ഗീവ്സ് എ ഹോമോജിനിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പം അങ്ങനെ ഹോമോജിനിറ്റി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വരുമ്പോൾ എന്താണ്? നമുക്ക് യൂണിഫോം ഡോസ് നമുക്ക് കിട്ടും. So examples are polysorbate, sorbitan esters. Next is anti-foaming agents. Anti-foaming agents. എന്തിൻ്റെ കൂടെയും ആന്റി എന്നൊരു വാക്ക് വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് ലൈക്ക് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് അല്ലേ. സോ ഫോമേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആന്റി ഫോമിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ എക്സിപ്പിയൻസ് ദാറ്റ് പ്രിവെന്റ് ഫോം ഫോമേഷൻ ഡ്യൂറിംഗ് ദ മാനുഫാക്ചർ ഓഫ് സസ്പെൻഷൻ or when reconstituting powder for suspension. So suspension നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഫോം ക്രിയേറ്റ് ആയാലും പിന്നെ അത് സബ്സൈഡ് ചെയ്യുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും, ഫോം പോകുന്നവരെ. അതുപോലെ തന്നെ അത് ഒരു ഡ്രോബാക്ക് ആണ്. ഓക്കെ, അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ നോക്കണം. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആന്റി ഫോമിംഗ് ഏജൻസ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾസ് സൈമത്തിക്കോൺ, ഓർഗാനിക് ഫോസ്ഫേറ്റ്സ്, ആൽക്കഹോൾസ്, പാരഫിൻ ഓയിൽസ്, സ്റ്റിയറേറ്റ്സ് ആൻഡ് ഗ്ലൈക്കോൾസ്. നെക്സ്റ്റ് ഈസ് flocculation modifiers. These are neutral electrolytes that are capable of preventing caking of suspended solids. So caking എന്ന വാക്കും നമുക്കറിയാം അല്ലേ, എന്താണ്? ഒരു സസ്പെൻഷനകത്തുള്ള ഡ്രഗ് പാർട്ടിക്കിൾസ് സസ്പെൻഷന് താഴെ വന്ന് സെഡിമെന്റ് ആയി അങ്ങനെ അതൊരു കേക്ക് പോലെ മാറുകയാണ് അല്ലേ. താഴെ വന്ന് സെഡിമെന്റ് ആയതൊരു കേക്ക് പോലെ മാറുകയാണ്. അപ്പം അങ്ങനെ കേക്ക് ഫോർമേഷൻ നടക്കുന്നത് അത്ര നല്ലതല്ല. കാരണം ഇപ്പം നമ്മളൊരു ഡീഫ്ലോക്കുലേറ്റഡ് സസ്പെൻഷൻ എടുക്കുകയാണെങ്കിൽ അതിന് താഴെ കേക്ക് ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റീഡിസ്പേഴ്സ് അല്ലേ. സോ നമ്മളവിടെ ഫ്ലോക്കുലേഷൻ മോഡിഫയേഴ്സ്, അതായത് ഫ്ലോക്കുലേഷനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഫ്ലോക്യൂൾസ് ഫോം ചെയ്യുന്ന പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്ലോക്കുലേഷൻ മോഡിഫയേഴ്സ് ആഡ് ചെയ്യാം. സോ എക്സാമ്പിൾസ് ഓഫ് flocculating agents used in pharmaceutical suspension are sodium or potassium chloride, aluminum chloride, calcium salt, citrate. സോ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ ലെവലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ ലെവലാണ് തന്നിരിക്കുന്നത്. 0.01 to 1% ആയിരിക്കും നമ്മൾ ഫ്ലോക്കുലേറ്റിംഗ് ഏജൻസ് യൂസ് ചെയ്യാറുള്ളത്. സോ സസ്പെൻഡിങ് ഏജൻസ് ഓർ വിസ്കോസിറ്റി മോഡിഫയേഴ്സ്. സസ്പെൻഡിങ് ഏജൻസ് അല്ലെങ്കിൽ വിസ്കോസിറ്റി മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഏജന്റ് അല്ലേ. വിസ്കോസിറ്റി മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന, ഇപ്പോൾ ഉള്ള വിസ്കോസിറ്റിയെ മോഡിഫൈ ചെയ്യാണ്. സോ ഇതെന്ന് പറയുന്നത് ഒരു ഹൈഡ്രോഫിലിക് കൊളോയിഡ് ആണ്. എക്സാമ്പിൾസ് സെല്ലുലോസ് ഡെറിവേറ്റീവ്സ്, അക്കേഷ്യ, സാൻഡൻ ഗം, ഇതൊക്കെ വിസ്കോസിറ്റി മോഡിഫയേഴ്സിന്റെ എക്സാമ്പിൾസ് ആണ്. That are added to a suspension to increase the viscosity. So it increases the viscosity. So as per Stokes law, we know that viscosity is inversely proportional to what? Sedimentation, right? അല്ലെങ്കിൽ cake formation. Settling down in a ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പാർട്ടിക്കിൾ സെറ്റിൽ ചെയ്യുന്നതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് വിസ്കോസിറ്റി അല്ലേ. വിസ്കോസിറ്റി കൂടുമ്പോൾ
റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ കുറയുകയാണ്. അപ്പോൾ അങ്ങനെ റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ കുറയുമ്പോൾ കേക്ക് ഫോർമേഷൻ കുറയും, കൂടുതൽ നേരം പാർട്ടിക്കിൾസ് യൂണിഫോം ആയിട്ട് നമ്മുടെ സസ്പെൻഷനിൽ എക്സിസ്റ്റ് ചെയ്യും. സോ വിസ്കോസിറ്റി നമ്മൾ കൂട്ടി നിർത്തും അല്ലെ, ഒരു പ്രോപ്പർ സ്റ്റേബിൾ സസ്പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്ലേവറിങ് ഏജൻസ്, ഫ്ലേവർ അല്ലെ, നമുക്ക് എപ്പോഴും ഫ്ലേവർ എന്തിനാ കൂട്ടുന്നത്? ഫ്ലേവർ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് പേഷ്യൻ്റ് കംപ്ലയൻസ് കൂട്ടാം അല്ലേ. ഇപ്പോൾ പീഡിയാട്രിക് ഡോസിലൊക്കെ ആണെങ്കിൽ ഫ്ലേവറിങ് ഏജന്റ് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ഡോസേജ് ഫോമിനോട് ചൈൽഡിന് കൂടുതൽ അട്രാക്ഷൻ വരും, അവർ കറക്റ്റായിട്ട് മരുന്ന് കഴിക്കും. അല്ലെങ്കിൽ ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും മരുന്നിന് എന്തെങ്കിലും ലൈക്ക് ബാഡ് ഓർഡർ, ഓക്കെ നോഷ്യസ് ഓർഡർ ഉണ്ടെങ്കിൽ, അതായത് ബാഡ് ഓർഡർ ഉണ്ടെങ്കിൽ അത് മാസ്ക് ചെയ്യാനായിട്ട് നമുക്ക് ഫ്ലേവറിംഗ് ഏജന്റ് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഏതൊക്കെയാണ് ഫ്ലേവറിംഗ് ഏജൻറ്റ്സ്? സം ഓഫ് ദി എക്സാമ്പിൾസ് ആർ ഗിവൺ ലൈക്ക് പെപ്പർമിന്റ്, lemon oil, butterscotch, tutti frutti flavor. So these are some of the flavors which we are using in the pharmaceutical suspension for masking the nauseous state order. Okay, nauseous taste or nauseous order ഒക്കെ മാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലേവറിംഗ് ഏജൻറ്റ്സ് ആഡ് ചെയ്യും. സ്വീറ്റ്നസ് അല്ലെ, എന്തിനാണ് സ്വീറ്റ്നസ് ആഡ് ചെയ്യുന്നത്? ഇറ്റ്സ് ഓൾസോ ഇംപ്രൂവ്സ് ദ പേഷ്യൻ്റ് കംപ്ലയൻസ് അല്ലെ, പേഷ്യൻ്റ് കംപ്ലയൻസ് കൂട്ടും. അല്ലെങ്കിൽ നമ്മുടെ ഡ്രഗിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏജന്റിന് ലൈക്ക് ബാഡ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ, അതായത് കയ്പോ സോറോ അങ്ങനെയൊക്കെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വീറ്റ്നർ ആഡ് ചെയ്തത് നമുക്ക് മാസ്ക് ചെയ്യാം അല്ലെങ്കിൽ ടേസ്റ്റ് ഇംപ്രൂവ് ചെയ്യാം. Sweeteners are often added to suspension to reduce any unpleasant taste of the partially dissolved drug and to improve palatability. So drug ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന ഡ്രഗിന് എന്തെങ്കിലും ബാഡ് ടേസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ അൺപ്ലസന്റ് ടേസ്റ്റ് ഉണ്ടാവുക, ഓക്കെ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്ക് സ്വീറ്റ്നേഴ്സ് ആഡ് ചെയ്യാം. ആസ് എ റിസൾട്ട് ഇറ്റ് ഇംപ്രൂവ്സ് ദ പാലേറ്റബിലിറ്റി, നമുക്ക് കഴിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂട്ടും, കഴിക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് എന്നല്ല, ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ അത് കംപ്ലയൻസ് ആവും. സോ നമുക്ക് കഴിക്കാൻ അത് എളുപ്പമാവും. So some of the examples of sweetening agent are sorbitol, corn syrup, sucrose, saccharin, aspartame. So these are some of the agents which we can use as a sweetening agent. Next is colorants. അത് നമുക്ക് ആവശ്യമായ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കളർ കൊടുക്കുക എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ദ എന്താണ്, ഇപ്പോൾ ഒരു കളർ കൊടുക്കുന്നത് ചിലപ്പം ഒരു പോപ്പുലേഷൻ ഇഷ്ടപ്പെടുന്ന കളറാകാം, അല്ലെങ്കിൽ ചൈൽഡിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കളറാകാം. അപ്പം അങ്ങനെ പേഷ്യൻറ്റിന് ഇഷ്ടപ്പെടുന്ന കളർ, അതായത് നമുക്ക് കാണുമ്പോൾ ഒരു പ്ലസന്റ് ഫീലിംഗ് തോന്നുന്ന കളറായിരിക്കും യൂഷ്വലി ഡോസേജ് ഫോമിനകത്ത് ആഡ് ചെയ്യുന്നത്. സോ ദീസ് ആർ ആഡഡ് ടു പ്രൊവൈഡ് എ മോർ എസ്തെറ്റിക് അപ്പിയറൻസ്, അതായത് ഒരു നല്ല അപ്പിയറൻസ് ടു ദ ഫൈനൽ പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ ഫൈനൽ ഫോർമുലേഷൻ ഒരു എസ്തെറ്റിക്, അതായത് നല്ല കാണുമ്പോൾ നല്ല ഒരു പ്ലസന്റ് ഫീലിംഗ് കിട്ടുന്ന കളറായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. The choice of colorant is usually tied to the choice of flavor, and their choice are also linked to the patient population, such as age group and geographic region and the therapeutic need. For example, a red colorant is usually used with strawberry flavor for pediatric formulations. അതായത് കളറന്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫാക്ടേഴ്സ് എല്ലാം നോക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം നമ്മൾ സ്ട്രോബെറി ഫ്ലേവർ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്ട്രോബെറി ഫ്ലേവർ ആകുമ്പം സ്ട്രോബെറിക്ക് നമുക്കറിയാം എന്താണ്, ഒരു റെഡ് കളറാണ് അല്ലേ. സോ ആ റെഡ് കളറന്റ് ആയിരിക്കും നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. സോ റെഡ് കളർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് സ്ട്രോബെറി ഫ്ലേവർ പ്ലസ് റെഡ് കളർ, അപ്പം ഈ പീഡിയാട്രിക് ഡോസിലൊക്കെ അവർ കൂടുതൽ അതിനോട് അട്രാക്റ്റഡ് ആവും അല്ലേ. നെക്സ്റ്റ് ഈസ് ഹ്യൂമിക്റ്റൻസ്. Humectants are added to retard the evaporation of aqueous vehicle from dosage form during storage and use. Examples include glycerol, propylene glycol. So humectant ആഡ് ചെയ്യുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഫോർമുലേഷനിൽ നിന്ന് അക്വസ് വെഹിക്കിൾ, ഓക്കെ അതായത് അക്വസ് വെഹിക്കിൾസ് ഇവാപറേറ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടി, വോളറ്റൈൽ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ വോളറ്റൈൽ എന്ന് പറയുന്നതിനേക്കാൾ ഇവാപറേറ്റ് ആയി പോകാതിരിക്കാനായിട്ട്, അതായത് അറ്റ്മോസ്ഫിയറിലേക്ക് പോകാതിരിക്കാനായിട്ട് ഹ്യൂമിക്റ്റൻസ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് വാട്ടർ കണ്ടന്റ് പോയി കഴിഞ്ഞാൽ സസ്പെൻഷന്റെ സ്റ്റെബിലിറ്റി മൊത്തം പോവും അല്ലേ, നമ്മുടെ പ്രൊഡക്റ്റിന്റെ സ്റ്റെബിലിറ്റി മൊത്തം പോവും. സോ ആ ഇവാപറേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹ്യൂമിക്റ്റന്റ് യൂസ് ചെയ്യാവുന്നതാണ്. Next is chelating agent.
Chelating agents are added to the pharmaceutical suspension to protect the drug substance from catalysts that accelerate oxidative reaction. So, oxidative reaction promote ചെയ്യുന്ന catalyst അല്ലെങ്കിൽ compounds ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ഫോർമുലേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തിന് സഹായിക്കും? ചിലേറ്റിംഗ് ഏജന്റ് സഹായിക്കും. ഓക്കെ, എന്ത് സഹായിക്കും? ചിലേറ്റിംഗ് ഏജന്റ് സഹായിക്കും. So examples of chelating agent എന്ന് പറയുന്നത് EDTA ആണ്, ethylene diamine tetra acetic acid. So oxidative reactions പ്രൊമോട്ട് ചെയ്യുന്ന കാറ്റലിസ്റ്റിൽ നിന്ന് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ സസ്പെൻഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എന്തിനു സാധിക്കും? ചിലേറ്റിംഗ് ഏജന്റിന് സാധിക്കും. ഓക്കെ, സോ താങ്ക് യു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അലേർട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു.